ഒരു പകുതി ഇൻ്റർവെൽ വരെയും ആവറേജിൽ പോയി, ഇൻ്റർവെല്ലിന് ശേഷവും പകുതി വരെ ആവറേജിൽ പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എവിടെയൊക്കെ ഇമോഷണലി കണക്ട് ആയി. അതുവരെ ഒന്നും ഇമോഷണലി കണക്ട് ഒന്നുമില്ല. മാർക്ക് ഒരു ലെവലൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ഇടിയൊക്കെ കിണ്ടലാണ്. പക്ഷേ അത് ഇമോഷണലി കണക്ട് ആവുന്നത് കുറച്ച് പരാജയപ്പെട്ടു. പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ വരണുണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം, പകുതി ആയതിനു ശേഷമൊക്കെ ഒരു നല്ല രീതിയിൽ വരണുണ്ട്. പക്ഷേ മാർക്ക് ഒരു ലെവലൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട. ആ ലെവലൊന്നും ഇല്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും നമുക്ക് ത്രസിച്ചിരുന്ന് കാണാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. ഒരു നല്ല ഒരു ആക്ഷൻ പടം കണ്ടെന്നുള്ളൊരു പ്രതീതി അവസാനം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു അവസാനം ഒരു ഗസ്റ്റ് റോളുണ്ട്, അത് കത്തിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. കാരണം സിനിമ അവസാനിച്ച ശേഷം ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് അതിനകത്ത്. നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, ആരും പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് റോളാണ് അത്. പക്ഷേ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒരു ആക്ഷൻ പടം കണ്ട പ്രതീതിയുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഇമോഷണലി കണക്ട് ആവായിരുന്നു. മാർക്കോ പോലെയൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, മാർക്കോ പോലെയൊക്കെ നമുക്ക് ഇമോഷണലി നമുക്ക് തന്നെ തോന്നുമില്ല അവനെയൊക്കെ ഇങ്ങനെ ആക്കണമെന്നുള്ള ആ ഒരു ലെവലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ആവറേജായിട്ട് നമുക്ക് ആവറേജിന് മുകളിൽ തന്നെ നല്ല ഒരു ആക്ഷൻ പടം കാണാമെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് പോകുമല്ല. പക്ഷേ മാർക്കോ പോലെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ പറ്റില്ല, അത്ര ആ ലെവൽ എത്തിയിട്ടില്ല. എല്ലാം കംപ്ലീറ്റ് ആക്ഷനേ ഉള്ളൂ. കൊള്ളാം. മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നന്നായി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊള്ളാം. ആ കൊള്ളാം. പിന്നെ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ പടം. എന്താ അതെ, വേറെ ഒന്നുമില്ല. ഇമീഡി മാസ് BGM, പിന്നെ ഒരു ക്യാമിയോ റോളുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ റോള് അടിപൊളിയായിട്ടുണ്ട്. വേറെ സിനിമ നോർമൽ കഥ തന്നെയാണ്. എല്ലാത്തിനും ഇടി കാണാം. അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇടി തന്നെ. കുഴപ്പമില്ല, അത്ര നിലമ്പടമായിട്ടൊന്നുമില്ല. നല്ല പോയോ? ക്യാമിയോ അടിപൊളിയായിരുന്നു. അല്ല അടിപൊളി, കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിനക്കിത് ഹറാമായിരിക്കാം, പക്ഷേ എനിക്ക് ഇത് ഹലാലാണ്. അതാണ് നമ്മുടെ ഈദ് മുബാറക്കായിട്ട് തന്നെ പെപ്പെ ജനങ്ങൾക്ക് കൊടുത്തൊരു ഡയലോഗ്. കൊള്ളാം, നല്ലൊരു ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്നുണ്ട്. അതൊരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ക്യാമിയോ ആണ്. ആളിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പടത്തിൻ്റെ ആവശ്യം പോകും. പക്ഷേ ആരും പടം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ലാസ്റ്റിൽ ഒരു ക്യാമിയോ ഉണ്ട്, അത് കാണണം, നല്ലതായിട്ടുണ്ട്. അപ്പം പെപ്പയുടെ പവർ പഞ്ച് ഷോട്ട് വളരെ നന്നായിട്ടുണ്ട്. പീക്കായിരുന്നു പടം. കൊള്ളത്തില്ല, വെറും മോശം ഉണ്ടായിരുന്നു. നല്ല ഫിലിമാണ്. ജഗദീഷ് ഏട്ടൻ ആദ്യം മുതൽ അവസാനം വരെയും ഉറുഷി ചേച്ചി പറഞ്ഞ പോലെ ജഗദീഷ് ഏട്ടനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഫുൾ ഫിലിം നല്ല രീതിയിൽ വെച്ച്, അതുപോലെ ക്യാമിയോ റോള് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഫൈറ്റ് സീനാണ്, വയലൻസ് ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു സൂപ്പർ സിനിമ. കൊള്ളാം. ഉണ്ട്. രവി ബസൂറാണ് ഈ പടത്തിൻ്റെ സോളോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 72-ാം വയസ്സിലും ജഗദീഷ് ഏട്ടൻ കിടിലം പെർഫോമൻസും. പടം കൊണ്ടുപോയത് ക്യാമിയോ ആണ്. ക്ലൈമാക്സ് ആ ക്യാമിയോ ആരും പ്രതീക്ഷിക്കാത്ത പറഞ്ഞം എൻ ക്രെഡിറ്റ് സീനും അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഒരു 20 മിനിറ്റിലാണ് ശരിക്കും ഒരു കത്തിക്കൽ നടന്നിട്ടുള്ളത്. തിയേറ്റർ കുലുങ്ങിയിട്ടുണ്ട് ക്യാമിയോയ്ക്ക്. രവി ബസൂറാണ് ഇതിൻ്റെ സോൾ. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. സിനിമയെ ഒരു ഒറ്റ വാക്യം പറയുകയാണെങ്കിൽ കാട്ടിൽ കാട്ടവതാരം. അത്രയ്ക്ക് മോശം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിൻഡലടി ആ സംഭവം കാര്യമെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ഇത് വന്ന് നോക്കുമ്പോഴത്തേക്കും വെറും വേസ്റ്റ് എന്തിനീ പടം എടുത്ത് എന്ന് ഫീൽ ചെയ്ത് പോയി. കാരണം അത്രയ്ക്ക് ഒരു ടോർച്ചർ അനുഭവിച്ച് ഇറങ്ങി വന്ന ഫീലാണ്. അതാണ് എങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു പടം മോശമാണ് എന്ന് നമ്മൾ മോശം എന്ന് പറഞ്ഞിട്ട് പോയി. ഇത് വെറും വേസ്റ്റാണ്. ഇവർ ഇത്രയും ഹൈപ്പും കാര്യങ്ങളും കൊടുത്ത് പടത്തിന് ഒരു രീതിയിലും പടത്തിൻ്റെ പേരിന് പോലും ഒരു നീതി ഒരു മോശം പടമായിപ്പോയി. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വെറും വേസ്റ്റ്. ക്യാമിയോയ്ക്ക് വേണ്ടി കാണാമെന്ന് വെച്ചാൽ ക്യാമിയോ കൊള്ളില്ല. ഒരുമാതിരി എന്തിനോ വേണ്ടി എടുത്ത പടമായിപ്പോയി.